അധികം മാർക്കും ഇല്ലാത്തൊരു റെക്കോർഡ് ഷോണിൻ്റെ പേരിലുണ്ട്. എന്താണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. കേരള അണ്ടർ-40 ടീം കളിച്ച ആദ്യത്തെ പ്രവാസിയാണ് ഷോണ്. തീർച്ചയായിട്ടും. ഒരുപാട് ബാറ്റിങ്ങിൽ ആ ഷോട്ട്സുകളായിക്കോട്ടെ, ആ കളിയിൽ ആ ഒരു ഗെയിം സ്റ്റൈൽ ആയിക്കോട്ടെ, ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. പിന്നെ നമ്മൾ എല്ലാവർക്കും കേരളത്തിലുള്ളൊരു ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് സഞ്ജുട്ടൻ. രഞ്ജി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് സീസൺ ഹയസ്റ്റ് ആണ് ഇവിടെ ഡൊമസ്റ്റിക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതും ഞാൻ 19 വയസ്സിലാണ് ചെയ്യുന്നത്. ടെസ്റ്റാണ് അൾട്ടിമേറ്റ് ഫോം ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേൾഡിൽ 5 ദിവസത്തിൽ നമുക്ക് എന്തും സംഭവിക്കാം, നമുക്കൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ്. വിരാട് കോഹ്ലിയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ബിക്കോസ് പുള്ളിയുടെ ആ ഒരു all 3 ഫോമാറ്റ്സിൽ ഓരോരോ ഗെയിം സിറ്റുവേഷൻസിൽ വന്ന് ക്രോസ് കളി ജയിപ്പിക്കാനും ആ ഒരു ഹങ്കർനെസ്, ഫീൽഡിങ് ആയിക്കോട്ടെ, വിക്കറ്റ് കീപ്പിംഗ് ആയിക്കോട്ടെ, പുള്ളി എല്ലായിടത്തും കാണും. സോ IPL നമ്മൾ മാച്ചസൊക്കെ കാണുമ്പം ഡിവില്ലിയേഴ്സിൻ്റെ ഓരോരോ മാച്ച് വിന്നിങ് നോക്സും 360 ഡിഗ്രിയിൽ കളിക്കുന്നതും നമ്മൾ ഫസ്റ്റായിട്ട് അങ്ങനെ 360 കാണുന്നത് ഡിവില്ലിയേഴ്സ് എന്നായിരിക്കും. വെൽക്കം. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഒരു കൗതുകമുള്ള രസകരമായൊരു കണക്കെന്ന് തുടങ്ങാം. അധികം മാർക്കും ഇല്ലാത്തൊരു റെക്കോർഡ് ഷോണിൻ്റെ പേരിലുണ്ട്. എന്താണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. കേരള അണ്ടർ-40 ടീം കളിച്ച ആദ്യത്തെ പ്രവാസിയാണ് ഷോണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇപ്പോൾ ഷാർജയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്? അവിടെ നിന്ന് ഒരു മത്സരം തുടങ്ങുന്നതൊക്കെ എങ്ങനെയാണ്? ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചത്. സോ എൻ്റെ ഫാമിലി ഫുൾ പപ്പയുടെ ബിസിനസ് എല്ലാം UAE ദുബായിലായിരുന്നു. അപ്പം ഞാൻ ജനിച്ചു. അപ്പം വിതിൻ ഫ്യൂ മന്ത്സ് നമ്മൾ തിരിച്ചു പോയി. ബിക്കോസ് ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം അവിടെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ക്രിക്കറ്റ് നോർമലായിട്ട് കളിച്ചു തുടങ്ങുന്നു. നമ്മൾ ടെന്നീസ് ബോളും അങ്ങനെ റബ്ബർ ബോളും കളിച്ചു തുടങ്ങുന്നു. പിന്നെ കളിച്ച് അങ്ങനെ ഒരു അക്കാഡമിയിൽ അപ്പോൾ എന്നെ ജസ്റ്റ് ഒന്ന് ക്യൂരിയോസിറ്റിക്ക് കൊണ്ട് ചേർക്കുന്നു. അവിടെ ഡെസേർട്ട് കപ്സ് ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറഞ്ഞാൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്രിക്കറ്റ് ജേർണി അവിടെ തുടങ്ങുന്നത്. നോർമലായിട്ട് കളിക്കുന്നു, ഒരു ഫണ്ടിന് വേണ്ടി ക്രിക്കറ്റ് ആ സമയത്ത് അക്കാഡമി ഇപ്പോൾ ജോയിൻ ചെയ്ത് കളിക്കുന്നു. പക്ഷേ അവിടുത്തെ ഹെഡ് കോച്ച് കണ്ട് വളരെ ഇമ്പ്രസ്ഡായി. ഞാൻ ആ സമയത്ത് ഫാസ്റ്റ് ബോളിംഗ് എന്ന് തുടങ്ങിയിരുന്നത്. അപ്പം എൻ്റെ ഈ ടാലൻറ്റിൽ സാർ കണ്ട് ഒരുപാട് ഇമ്പ്രസ്ഡായി. കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പം പപ്പ ആസ് ഓൾവേസ് ഓക്കെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റിൽ പോയി. പിന്നെ ലേറ്റർ ഓൺ നല്ല പ്രോഗ്രഷൻ അവിടെ വന്ന് തുടങ്ങിയപ്പം പിന്നെ കളി കുറച്ചും കൂടെ അവിടെ സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങി. നമ്മൾ ഓരോ മാച്ചസ് ആയാലും ഓരോ ടൂർണമെൻറ്റ്സ് ആയാലും സ്കൂളിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാലും അവിടെ ക്രിക്കറ്റ് ത്രൂ ഔട്ട് മാച്ചസൊക്കെ ഒരുപാടുണ്ട്. സോ അവിടുത്തെ നല്ലൊരു എക്സ്പോഷറും നല്ല മാച്ചസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ നമ്മുടെ നാട്ടിലിങ്ങനെ പയ്യെ അറിയുന്നു ഇവിടെ ഇങ്ങനെ ട്രയൽസൊക്കെ ഉണ്ട്, അണ്ടർ-14 ഉണ്ട്. അപ്പോൾ നമ്മളത് വന്ന് ഇവിടെ ചെയ്യാൻ നമ്മൾ മെഡിക്കൽ കോളേജിൽ ട്രയൽസ് നടക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കി. ഫസ്റ്റ് ട്രയൽസിൽ അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 8-9 വയസ്സിൽ ആ സമയത്ത്. പിന്നെ ഒരു 10-10.5 വയസ്സിലാണ് എൻ്റെ അടുത്ത അണ്ടർ-14 ട്രയൽസ് എനിക്ക് കിട്ടുന്നത്. അതായത് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്ക് അണ്ടർ-40 കളിച്ച്. അതാണ് തീർച്ചയായിട്ടും. പിന്നെ 9ാമത്തെ വയസ്സിൽ 10.5 വയസ്സിൽ പറഞ്ഞ പോലെ കളിക്കുന്നു. ഡിസ്ട്രിക്റ്റ്, അതേപോലത്തെ സോണ്, സ്റ്റേറ്റ് ക്യാമ്പ്. വളരെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ക്യാമ്പിൽ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് തന്നെ പഠിക്കാൻ പറ്റി. ബിക്കോസ് ക്രിക്കറ്റ് ഇവിടെയും അവിടെ നോക്കുമ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഇവിടെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലാണ്. സോ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് പറ്റിയിരുന്നു. ബിക്കോസ് ഓഫ് ദ ട്രെയിനിങ് ആൻഡ് മാച്ചസ് അവിടെ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിക്കാലത്തോട്ട്. പിന്നെ ഫർദർ ഓൺ അതൊരു സീരിയസ് ആയിട്ട് എടുത്ത് മാറാനായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് പിന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യായിരുന്നു ഇങ്ങോട്ട്? അതായത് ഫാമിലി ഇവിടെ ഷാർജയിലായിരുന്നു, അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോ? ഷിഫ്റ്റ് ആവുന്നത് ഞാൻ ആക്ച്വലി അണ്ടർ-14 കളിക്കാൻ ശേഷമല്ല. ഞാൻ അണ്ടർ-16 കളിച്ച് ഇവിടെ മറ്റേ വിജയ് മർച്ചൻ്റ് ട്രോഫിയുടെ എൻ്റെ ലാസ്റ്റ് ഇയർ കളിക്കുമ്പോഴാണ് ഞാനിവിടെ ഫുള്ളി സെറ്റിൽ ആവുന്നത്. എൻ്റെ ഫാമിലി ഫുൾ നാട്ടിലോട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ ബിജു ജോർജ് കോച്ച്, അപ്പോൾ സഞ്ജു സാംസൻ്റെ ഉൾപ്പെടെയുള്ള പരിശീലകനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലൊരു ശിക്ഷണം എങ്ങനെയാണ് ഷോണിനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നാട്ടിൽ വന്ന സമയത്ത് ബിജു ജോർജ് സാറിൻ്റെ അവിടെയാണ് ഞാൻ കോച്ചിങ്ങിന് വന്നത്. അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ കോച്ചിങ്ങും പിന്നെ അവിടുത്തെ നമ്മളെല്ലാ പിള്ളേരായിട്ട് കളിക്കാൻ അവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തും പഠിക്കാൻ പറ്റിയെന്ന് എൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. കേരള ക്രിക്കറ്റിൽ തന്നെ ഒരുപാട് ലെജൻസ്, സച്ചിൻ ബേബി ആയിക്കോട്ടെ, സഞ്ജു സാംസൺ, എല്ലാവരും തുടങ്ങിയൊരു സാധനം കൂടിയാണ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്. ആ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് തുടങ്ങിയത്. എല്ലാവരും അവിടെ നിന്നാണ് കളി തുടങ്ങിയത്. സോ നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള ഒരു സ്ഥലമാണത്. ഒപ്പം തന്നെ സഞ്ജു സാംസണ് ഉറപ്പായിട്ടും വലിയൊരു ഇൻസ്പിറേഷനാണ് ഷോണിന്. സഞ്ജു എങ്ങനെയാണ് ഷോണിനെ പലതരത്തിലും സ്വാധീനിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിൽ നിന്നൊരു പ്ലെയർ ആകെ കുറച്ച് പേരെ എൻ്റെ കയ്യിലുണ്ടാകുന്ന പ്ലേയേഴ്സേ ഉള്ളൂ ഇന്ത്യ കളിച്ചിട്ടുള്ളത്. സോ അതിൽ നിന്നൊരു പ്ലെയർ, എസ്പെഷ്യലി ഒരു ബാറ്റർ പോയി അവിടെ നിന്ന് ഇന്ത്യ കളിക്കുമ്പം
ഇപ്പോഴത്തെ നമ്മൾക്കൊരു ജനറേഷൻ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കും ആ ലെവലിൽ പോയി ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഒരുപാട് ബാറ്റിങ്ങിൽ ആ ഷോട്ട്സുകളായിക്കോട്ടെ, ആ കളിയിൽ ആ ഒരു ഗെയിം സ്റ്റൈൽ ആയിക്കോട്ടെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. പിന്നെ നമ്മൾ എല്ലാവർക്കും കേരളത്തിലുള്ളൊരു ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് സഞ്ജുവേട്ടൻ. സഞ്ജുവിൻ്റെ ഏതൊക്കെ ആസ്പെക്റ്റുകളാണ് ഷോൺ പകർത്താൻ ശ്രമിക്കുന്നത് ഓൺ ദ ഫീൽഡ് ഓഫ് ദ ഫീൽഡോ? തിങ്ക് ബാറ്റിങ്ങിൽ ആ റേഞ്ച് ഓഫ് ഷോട്ട്സ് സഞ്ജുവേട്ടൻ്റെ നല്ല ക്ലിയറിങ് കപ്പാസിറ്റി വളരെ നല്ലതാണ്. സോ അത് എക്സ്ട്രോർഡിനറി ഹിറ്റിംഗ് ആണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ പുള്ളി ഓഫ് ദ ഫീൽഡ് നല്ല കാമും നല്ല കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ആ ഒരു ബാലൻസ് തന്നെ നമുക്ക് പുള്ളിയോട് ഞാൻ സീനിയർ ടീമിൽ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് അത് കാര്യം പിക്ക് ചെയ്യാൻ പറ്റി. അത് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളത് കണ്ട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നീട് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ, അതായത് സഞ്ജുവിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കാൻ സാധിച്ചു. എനിക്കൊന്ന് മുഷ്താഖ് അലി ട്രോഫിയിലാണെന്ന് തോന്നുന്നു അതെ, സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ. രഞ്ജി ട്രോഫിയിലും അതൊക്കെ എങ്ങനെയായിരുന്നു ക്യാപ്റ്റൻസിയിൽ കളിക്കുമ്പോഴുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഈസി ആയിട്ടും നമ്മുടെ കളി നമ്മൾ തന്നെ കളിക്കാനുള്ള ഒരു ഫ്രീഡവും ആ ഒരു കാംനെസ് ആയിരുന്നു. വളരെ എനിക്ക് ഞാൻ സ്ട്രൈക്കിംഗ് ആയിട്ട് പറഞ്ഞു കാം ഒരു അപ്രോച്ച് ആയിരുന്നു എല്ലാ പ്ലേയേഴ്സിനോടും ടുവേർഡ്സ് എസ്പെഷ്യലി വരുന്ന പ്ലേയേഴ്സിനായിക്കോട്ടെ. ആ ഒരു വെൽക്കമിങ് ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അധികം വൈകാതെ ഒരുപാട് പ്രതിഭകളുള്ള കേരളത്തിന് വേണ്ടിയിട്ട് രഞ്ജിയിലൊക്കെ കളിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു റെഡ് ബോളിലേക്കുള്ളൊരു മാറ്റത്തിലേക്കൊക്കെ വരുമ്പോൾ മനസ്സിലെന്തായിരുന്നു ഫസ്റ്റ് രഞ്ജി ക്യാപ്പൊക്കെ അണിയുമ്പോഴൊരു ഫീൽ എങ്ങനെയായിരുന്നു? വളരെ ബിക്കോസ് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നമുക്ക് കേരളത്തിന് രഞ്ജി റിപ്രസെൻറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് സീസൺ ഹയസ്റ്റ് ആണ് ഇവിടെ ഡൊമസ്റ്റിക് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതും ഞാൻ 19 വയസ്സിലാണ് ചെയ്യുന്നത്. സോ വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ആ സമയത്തും. പിന്നെ ആ സമയത്തും എല്ലാ സീനിയർ പ്ലേയേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്ത് കളിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ആ ഒരു ഏജിൽ അങ്ങനെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ആ സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പുറത്തെ ഒപ്പോണൻസ് നമ്മൾ ഇന്ത്യ കളിച്ചുള്ള ബോളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഫേസ് ചെയ്യാനും അവരെങ്ങനെയാണ് അവർ കളി അപ്രോച്ച് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ലെവലിൽ വരും അതൊക്കെ കാണാനും കളിക്കുന്നതിലും ഉപരി കാണാനും ഒരുപാട് പഠിക്കാൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ സമയത്ത് തന്നെ അണ്ടർ-19 ഇന്ത്യൻ ടീമിലേക്കും എത്തി. ഒരു രാജ്യത്തിനെ ഏത് കാറ്റഗറിയിലായാലും രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് സ്പോർട്സ് താരത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. തീർച്ചയായിട്ടും ആ ഒരു മൊമെൻ്റ് ഒക്കെ എങ്ങനെയാണ്? ആ ഒരു മൊമെൻ്റ് ഒരു പ്രത്യേക ഒരു മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ അതിൻ്റെ മുമ്പത്തോളം കോവിഡായിരുന്നു. എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഇയർ 19 ഇല്ല. സോ അപ്പോൾ ഞാൻ ഇന്ത്യയുടെ എൻ്റെ അവസാനത്തെ ഇയറിലാണ്. സോ കോവിഡ് വന്നു. ഒരു വളരെ ട്രിക്കി സിറ്റുവേഷൻ. അടുത്ത കൊല്ലം ഇനി വരുമോ ഇല്ലയോ. പക്ഷേ ദിവസാഴ്ച അടുത്ത കൊല്ലം വന്നു. പക്ഷേ ആ മുമ്പത്തെ കൊല്ലം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. എൻ്റെ വീട്ടിലെ മുകളിൽ ഞാൻ താമസിച്ച വെട്ടുകാട് സ്ഥലത്തുള്ള ബാൽക്കണിയിൽ ടെറസിലവിടെ നമ്മൾ ഡ്രിൽസ് ആയിക്കോട്ടെ, ബാറ്റിംഗ് ഡ്രിൽസ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഓൺലൈൻ എൻ്റെ ട്രെയിനേഴ്സിനോടും പിന്നെ പപ്പയുടെ കൂടെ ബാറ്റിംഗ് ഡ്രിൽസ് ഒരുപാട് ഡെയിലി കോൺസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യും. നമ്മൾ രാവിലെ വെറുതെ ഇരിക്കുന്നില്ല വീട്ടിൽ. കോവിഡാണെന്ന് പറഞ്ഞു സമയം ടൈം വളരെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ സമയത്ത് നോർമലായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു നോർമൽ റൂട്ടീനിൽ തന്നെ എല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ആ ഒരു ടൈം ആ ഒരു 1 ഇയർ ഗ്യാപ്പ് തീർന്നപ്പം ഞാൻ റെഡി ആയിരുന്നു ആ ഒരു സീസണിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള മെൻ്റലി ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ആ സമയത്ത് വേണ്ടിയിരുന്നത്. ഷോണിൻ്റെ ഏജിലുള്ള മിക്ക പ്ലേയേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സാധനം ഇന്ത്യയുടെ നീല ജേഴ്സി അല്ലെങ്കിൽ IPL ടീമിൻ്റെ ഒരു സ്വപ്നമാണ് പറയുക. പക്ഷേ ഞാൻ പലപ്പോഴും ഷോണിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ടെസ്റ്റ് ടീം ജേഴ്സിയാണ് ഷോൺ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇല്ല, ടെസ്റ്റാണ് അൾട്ടിമേറ്റ് ഫോം ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളെ വേൾഡിൽ. സോ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വാലിഡേഷൻ ഏതൊരു ഫോർമാറ്റ് ഇങ്ങനെ കിട്ടാൻ അങ്ങനെ ഇല്ല. സോ ആ ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ 5 ദിവസത്തിൽ നമുക്ക് എന്തും സംഭവിക്കാം. നമുക്കൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ്. സോ അതിൻ്റെ ഒരു ബ്യൂട്ടി ആ ഒരു ഫോർമാറ്റിന് അതാണ്. സോ അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ഫണ്ണായിട്ട് കാണുന്നത്. നാഷണൽ സൈഡിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്നൊരു പ്ലെയർ ആരായിരിക്കും? വിരാട് കോഹ്ലിയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ബിക്കോസ് പുള്ളിയുടെ ആ ഒരു ഓൾ 3 ഫോമാറ്റ്സിൽ ഓരോരോ ഗെയിം സിറ്റുവേഷൻസിൽ വന്ന് അക്രോസ് കളി ജയിപ്പിക്കാനും ആ ഒരു ഹങ്കർനെസ് പിന്നെ ആ ഒരു ഡിറ്റർമിനേഷനാണ് നമ്മൾ കാണേണ്ടത്. ബിക്കോസ് ഓഫ് ദ ഫീൽഡ് ആയാലും ഫിറ്റ്നസ് ആയിക്കോട്ടെ ഓൺ ദ ഫീൽഡ് വരുമ്പം 110% ആയാലും പുള്ളി അതിൽ കൊടുക്കുന്നുണ്ട്. സോ അത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വിരാട് തന്നെ ടാലൻറ്റ് മാനേജ്മെൻറ്റ് ടീമായ കോർണർ സ്റ്റോൺ എനിക്ക് തോന്നുന്നു സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ആ ഒരു സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ആ ഒരു മാനേജ്മെൻറ്റ് അങ്ങനെ ആ ഒരു ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. സോ അവർ SGയുടെ ബാറ്റ്സ് ആയിക്കോട്ടെ പൂമയുടെ ആ ഒരു ടൈമിൽ വളരെ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നതുകൊണ്ട് വളരെ സന്തോഷമായി. ബിക്കോസ് നമ്മൾ സ്പോർട്സ് ബ്രാൻഡ്സ് നമ്മൾ ഒരു അത്ലീറ്റിന് കിട്ടുമ്പം വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അതും വെച്ച് എനിക്ക് ഒരു 3 ഇയേഴ്സോളം പോകാൻ പറ്റി. സോ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ
ഇന്ത്യൻ ടീം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേവറേറ്റ് പ്ലെയർ, ഇൻ്റർനാഷണൽ പ്ലെയർ? ഇന്ത്യൻ ടീമിൽ ഫേവറേറ്റ് പ്ലെയേഴ്സ് അങ്ങനെ ഡിവിലിയേഴ്സ് ആയിരിക്കും. ബിക്കോസ് എ ബി ഡി വില്ലിയേഴ്സ് ആയിരിക്കും. അവരുടെ ബാറ്റിംഗ്, ബിക്കോസ് അത്ലറ്റിസിസം, ഫീൽഡിങ് ആയിക്കോട്ടെ, വിക്കറ്റ് കീപ്പിംഗ് ആയിക്കോട്ടെ, പുള്ളി എല്ലായിടത്തും കാണും. സോ IPL നമ്മൾ മാച്ചസൊക്കെ കാണുമ്പം ഡിവില്ലിയേഴ്സിൻ്റെ ഓരോരോ മാച്ച് വിന്നിങ് നോക്സും 360 ഡിഗ്രിയിൽ കളിക്കുന്നതും നമ്മൾ ഫസ്റ്റായിട്ട് അങ്ങനെ 360 കാണുന്നത് ഡിവില്ലിയേഴ്സ് എന്നായിരിക്കും. ഫീൽഡിലേക്ക് ആയിക്കോട്ടെ, സൂപ്പർമാൻ. സോ പുള്ളിയിൽ ഏതെങ്കിലും എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റുന്ന ഒരു ഫീൽഡറും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറായി മാറണമെന്നാണ് എനിക്കും ആഗ്രഹം. നമ്മൾ എല്ലായിടത്തും പോയി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ടീമിന് വേണ്ടി നമുക്ക് ഏതൊക്കെ ഒരു സമയത്ത് ചിപ്പിൻ ചെയ്യാൻ പറ്റുമോ അതല്ലേ ഏറ്റവും ആവശ്യം. അറ്റ് ദി എൻഡ് ഓഫ് ദ ടൈം ടീം ജയിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഒരു സുഖം കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ രഞ്ജി നോക്ക് എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ, കേരളത്തിൻ്റെ കായിക ചരിത്രത്തിൽ തന്നെ വലിയൊരു മൊമെൻറ്റുകളിലൊന്നാണ് നമ്മൾ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഘട്ടം കിടക്കുന്ന തന്നെ വലിയ കാര്യമായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് വലിയ വമ്പൻ ടീമുകളൊക്കെ നമ്മൾ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഫൈനലിലെത്തി. ഫൈനലിൽ വിദർഭയ്ക്കെതിരെ നല്ല ടൈറ്റ് മാച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഷോണ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് എങ്ങനെയാണ് ചെറിയ ചെയ്യുന്നത്? ഐ തിങ്ക് നമ്മൾ ആ ഒരു ടീമിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെ ലക്കിയാണ്. ബിക്കോസ് ഫസ്റ്റ് ടൈം കേരള ആ ഒരു പ്ലേസ് അങ്ങനെ അച്ചീവ് ചെയ്യുന്നു ഫൈനലിൽ. ബിക്കോസ് ഒരുപാട് ത്രില്ലിങ്, ആ ഒരു ക്വാർട്ടർ ഫൈനലിലോട്ട് വളരെ ത്രില്ലിങ് ഗെയിംസ് ആയിരുന്നു. കളി അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. സോ ആ ഒരു നെർവ്സും ആ ഒരു ടെൻഷൻ വളരെ ഹൈ ആയിരുന്നു അറ്റ് ദ മൊമെൻറ്റ് ടീം പ്ലേസ്. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. ആ ഒരു ബാലൻസോടെ എല്ലാവരും വിശ്വസിച്ചു. അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് ഫൈനലിൽ പോയി കളിക്കാൻ പറ്റിയതും. ഫൈനലിൽ നമുക്ക് നേടാൻ പറ്റിയില്ല കപ്പ്. പക്ഷേ നമ്മൾ ആ സീസൺ ത്രൂ ഔട്ട് നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ടീം നമ്മൾ എല്ലാവരും നല്ല ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. 1 by 1 മാച്ച് ബൈ മാച്ച് അങ്ങനെ പോയിട്ടുണ്ട്. സോ ആ ഒരു പോസിറ്റീവ്സ് നമ്മൾ ഈ വരുന്ന സീസണിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കും. നമുക്ക് ഓരോ നോക്കൗട്ട് മാച്ചിലും ഓരോ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. ഒന്ന് സൽമാൻ നിസാർ വരുന്നു, മുഹമ്മദ് അസ്ഹറുദ്ദീൻ വരുന്നു. അങ്ങനെ ഓരോ പ്ലേയേഴ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് കൊടുത്തത്. ഒരു കംപ്ലീറ്റ് ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. ആ ടീം വർക്കിൽ KCAയുടെ ഇടപെടൽ, ഇപ്പോൾ നിങ്ങൾ താരങ്ങൾക്ക് നൽകുന്ന KCAയുടെ സപ്പോർട്ട്, ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ അല്ലാത്ത കാര്യങ്ങളിൽ വരെ നൽകുന്ന ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഐ തിങ്ക് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് KCAയുടെ വകയും. പിന്നെ നമ്മൾ ഹെഡ് കോച്ച് വഴി അമേ ഖുറേസി സാറിൻ്റെ വഴിയും ആ ഒരു ട്രെയിനിങ്, നമ്മൾ ആ ഒരു ഓഫ് ദ നമുക്ക് റെസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും. ബാറ്റ്സ്മാൻമാർക്ക് എക്സ്ട്രാ ബാറ്റിങ്ങും ബോളേഴ്സും അവർക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാം ഒരു പ്രോപ്പർ റൂട്ടീനിലായിരുന്നു കറക്റ്റ് പോയിക്കൊണ്ടിരുന്ന നോൺ സ്റ്റോപ്പ്. ആ ഒരു ടൂർണമെൻറ്റ് തീരുന്നവരെ എല്ലാവരും നല്ലൊരു ഇൻറ്റൻസിറ്റിയിൽ പ്രാക്ടീസ് ആയിക്കോട്ടെ, ഓരോരോ ചെറിയ ലൈറ്റ് ജിമ്മും എല്ലാവരും നല്ല ഒരു അവരുടെ ആയിട്ടുള്ള സെൽഫിലുള്ള 100% എല്ലാവരും കൊടുക്കാൻ നോക്കി ആ ഓരോരോ സെഷൻസിൽ. ഇപ്പോൾ നിലവിലെ റണ്ണറപ്പുകൾ എന്ന ഖ്യാതിയോടെയാണ് അടുത്ത സീസണിൽ രഞ്ജിയിൽ ഇറങ്ങാൻ പോകുന്നത്. വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പ്രത്യേകിച്ച് ഫാൻസ് കുറച്ചധികം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് റണ്ണറപ്പിൽ നിന്ന് ഇനി ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന കിരീടം തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അടുത്ത സീസണിലേക്കുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട്? തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പറേഷൻസ് എല്ലാം. ഇനി അടുത്ത KCL വരാൻ പോവാണ്. അതിനുശേഷമാണ് നമ്മൾ രഞ്ജി ട്രോഫി തുടങ്ങുന്നത്. എല്ലാവരും നല്ല ബിലീഫോടെയും ഇപ്പോൾ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് നടത്താനുള്ളൊരു ബിലീഫ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുണ്ട്. സോ അതിൻ്റെ ഒരു റോഡ് നല്ല രീതിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ KCL 2ലേക്ക് വരുന്നു. ഫസ്റ്റ് സീസൺ വളരെ ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. തവണ കുറച്ചധികം ആവേശം ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം സഞ്ജു ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ് വരുമ്പോൾ നമ്മുടെ TV റൈറ്റ് ആയാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ കുറച്ചധികം കൂടി വ്യൂവേഴ്സ് വരും. ഫസ്റ്റ് സീസൺ നല്ല രസമുള്ള മത്സരങ്ങളായിരുന്നു. സീസൺ 2ലേക്ക് വരുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരിനൊപ്പമാണ്. എന്തൊക്കെയാണ് സീസൺ 2ലെ പ്രതീക്ഷകൾ? ഇഷ്ടമുണ്ട് പുതിയ ടീം, പുതിയൊരു സീസൺ. അറിയാം, നമ്മളെ ആ ടീംമേറ്റ്സൊക്കെ നമുക്ക് അറിയുന്നവരാണ്. നമ്മൾ സ്റ്റേറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും റെപ്രസെൻ്റ് ചെയ്ത ടീം പ്ലേയേഴ്സാണ്. സോ വളരെ എക്സൈറ്റഡ് ആണ് പുതിയൊരു സീസൺ കളിക്കാനായിട്ടും. പിന്നെയും KCL ഒരു ആഘോഷമായ ഒരു മാറ്റാൻ വേണ്ടി നമ്മൾ പ്ലേയേഴ്സ് നല്ല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും KCLനും ഒപ്പം തന്നെ അടുത്ത കേരളത്തിൻ്റെ ഡൊമസ്റ്റിക് സീസണും വളരെ ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.